DMK സർക്കാരിനെയും മുഖ്യമന്ത്രി സ്റ്റാലിനെയും രൂക്ഷമായി വിമർശിച്ച് തമിഴകം വെട്രി കഴകം നേതാവ് വിജയ്. കരൂർ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ യോഗം കാഞ്ചീപുരത്ത് നടക്കവെയാണ് സർക്കാരിനെതിരെ വിജയുടെ വിമർശനം. இந்த போட்டி எப்படி இருக்க போகுதுன்னா மக்களோட மக்களா நிக்கிற நமக்காக மக்களே டிசைட் பண்ணி போறாங்க. மை டியர் சார், மை டியர் அங்கிள், ஆல்ரெடி டிசைட் பண்ணியாச்சு. கான்ஃபிடென்ட்டா இருங்க மக்களே, நல்லதே நடக்கும். വെട്രി നിശ്ചയം. കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തി നടനും തമിഴക വെട്രി കഴകം അധ്യക്ഷനുമായ വിജയ്. കാഞ്ചീപുരം JPR ടെക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന TVKയുടെ യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. പഴുതടച്ച സുരക്ഷയിലായിരുന്നു പരിപാടി ഒരുക്കിയത്. തെരഞ്ഞെടുത്ത 2000 പേർക്ക് പാസ് മുഖാന്തരമായി പ്രവേശനം നൽകി. 2 മാസത്തിനു ശേഷമാണ് വിജയ് ജനങ്ങളുമായി സംവദിച്ചത്. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വാഹനങ്ങൾ, കുടിവെള്ളം, ഭക്ഷണം എന്നിവയ്ക്കുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. എല്ലാവർക്കും നല്ലത് ചെയ്യണമെന്ന് കരുതിയാണ് താൻ രാഷ്ട്രീയത്തിൽ വന്നതെന്ന് വിജയ് യോഗത്തിൽ സംസാരിക്കവേ പറഞ്ഞു. DMKയുടെ ലക്ഷ്യം കൊള്ളയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മുടെ പാർട്ടിക്ക് ലക്ഷ്യമില്ലെന്നാണ് പറയുന്നത്, എന്നാൽ അവരുടെ പാർട്ടിയുടെ ലക്ഷ്യം കൊള്ളയാണ്. എല്ലാവർക്കും നീതി ലഭിക്കണമെന്ന് തീരുമാനിച്ചാണ് ഞാൻ പാർട്ടിയിലെത്തിയത്. സമത്വം, വിദ്യാഭ്യാസം എന്നിവയിൽ നമ്മൾ എടുത്ത നിലപാട് എല്ലാവരും കണ്ടതാണ്. നിങ്ങളെപ്പോലെ നിലപാട് വാക്കുകളിൽ മാത്രമല്ല ഞാൻ ഒളിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാം. നിങ്ങൾ നല്ലവരെ പോലെ അഭിനയിക്കുകയാണ്. വിമർശനം തുടങ്ങിയില്ല, അതിനു മുൻപേ നിങ്ങൾ പേടിക്കുകയാണ്. എനിക്കെപ്പോഴും ജനങ്ങളാണ് വലുത്. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാഞ്ചീപുരത്തെ നദിയായ പാലാറിനെ കൊള്ളയടിക്കുകയാണ് ഇപ്പോൾ ഉള്ളവർ. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്. മണലെടുത്താൽ നദി നശിക്കും, നദി നശിപ്പിച്ചാൽ കൃഷി നശിക്കും. ഇത് നമ്മളെ തന്നെ നശിപ്പിക്കും. കാഞ്ചീപുരത്തിന്റെ പട്ട് ലോകത്ത് വളരെ പ്രശസ്തമാണ്, പക്ഷെ അത് തയ്യാറാക്കുന്നവർ പട്ടിണിയിലാണെന്നും വിജയ് പറഞ്ഞു. ഡെസ്ക് സിമലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.